അവയവദാനം നടത്തിയ ചാത്തന്നൂർ ചിരക്കര സ്വദേശി ഷിബുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഹോട്ടൽ ജീവനക്കാരനായിരുന്ന ഷിബു 14-നാണ് സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നത്. പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു മസ്തിഷ്ക മരണം. നേപ്പാൾ സ്വദേശി ദുർഗാ കാമിക്ക് വേണ്ടിയായിരുന്നു അവയവദാനം നടത്തിയത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഷിബു 7 പേരിലൂടെ ഇനിയും ജീവിക്കും. ചർമ്മദാനം, ഹൃദയം, വൃക്ക, നേത്രപടലമടക്കം 7 അവയവങ്ങൾ ദാനം ചെയ്താണ് നമ്മുടെ ചാത്തന്നൂർ ചിരക്കര സ്വദേശിയായ ഷിബുവിൻ്റെ അന്ത്യയാത്ര. ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് ചടങ്ങുകൾ? എപ്പോഴാകും സംസ്കാരം പൂർത്തിയാകുക? മനോജ്. അശ്വതി, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ള വിവരം ലഭിച്ചതും പിന്നീട് അതിനുശേഷം എത്തിച്ചതും. എന്തായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 പേരിലൂടെ ഇനി ജീവിക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് ഹൃദയം മാത്രമല്ല, മറ്റ് അവയവങ്ങളും ദാനം ചെയ്തു. അതായത് 14-ാം തീയതി ഈ അപകടം സംഭവിക്കുന്നു. അപകടത്തിന് പിന്നാലെ ചികിത്സയിലിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഇതിൽ അമ്മയും സഹോദരിയും എടുത്ത തീരുമാനം തന്നെയാണ് ഈ അവയവങ്ങൾ മണ്ണിനല്ല, അത് മനുഷ്യന് വേണ്ടി നൽകണമെന്നുള്ളത്. അങ്ങനെ അവയവദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനുശേഷമാണ് ഈ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗാകാമി എന്ന 22-കാരി ഈ ഹൃദ്രോഗം കാരണം ഹൃദയം മാറ്റിവെക്കുവാനായി പലതവണ പല നിയമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അങ്ങനെ കോടതി ഉത്തരവുമായി കാത്തിരുന്നത്. അതായത് ഈ സ്വദേശികൾക്ക് അവയവദാനം നൽകിയ ശേഷം മാത്രമേ വിദേശികൾക്ക് നൽകാവൂ എന്നുള്ള ഒരു നിയമമുണ്ട്. എന്നാൽ അതിനെയൊക്കെ തന്നെ കോടതി സമീപിച്ചുകൊണ്ട് അത്തരത്തിൽ ഉത്തരവുമായി കാത്തിരിക്കുമ്പോഴാണ് ഈ അവയവദാന വിവരം അറിയുന്നതും ഈ ദുർഗയ്ക്ക് വേണ്ടി ഹൃദയം ഇവിടെ നിന്നും എറണാകുളത്തേക്ക് പോകുന്നതും. അങ്ങനെ ആ അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിൻ്റെ ഹൃദയം തന്നെയാണ് ദുർഗാകാമിയുടെ ശരീരത്തിൽ വച്ചു പിടിപ്പിക്കുന്നതും പിന്നീട് ആ ഹൃദയം മിടിച്ചു തുടങ്ങുന്നതും. എന്തായാലും വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ആ നേപ്പാൾ സ്വദേശി കേരളത്തിന് നന്ദി പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശരീരത്തിലെ അവയവങ്ങൾ ദാനം ചെയ്ത ശേഷം ഈ ഇടവട്ടം സ്വദേശിയായിട്ടുള്ള ഷിബുവിൻ്റെ ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരണം അത് കണ്ണ് നിറയ്ക്കുന്നതാണ്. എങ്കിൽ പോലും ആ മരണത്തിലൂടെ, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചു, അതിലൂടെ ഒരുപാട് പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ആ മൃതദേഹം ഇന്ന് മറവ് ചെയ്യുന്നത്. എന്തായാലും ആ സംസ്കാര ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. നാട്ടുകാരും വീട്ടുകാരുമായി നിരവധി പേർ അവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ അടക്കം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തുന്നുണ്ട്. തീർച്ചയായും മനോജ്, തീർച്ചയായും ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചാണ് ചിരക്കര സ്വദേശിയായ ഷിബു അന്ത്യയാത്ര ചെയ്യുന്നത്. ഹോട്ടൽ ജീവനക്കാരനായിരുന്ന ഷിബു 14-നാണ് സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റത്. സ്കൂട്ടർ അപകടത്തിൽ ഇദ്ദേഹത്തിന് പരിക്കേൽക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോൾ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നേപ്പാൾ സ്വദേശി ദുർഗാ കാമിക്ക് വേണ്ടി തുടിക്കുകയാണ് ഇപ്പോഴും. എന്തായാലും ഇന്നലെ നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു. മനോജാണ് വിവരങ്ങൾ നൽകിയത്.